ആദ്യം സി മുഹമ്മദ് ഹനീഫ, താങ്കൾ നിലമ്പൂരിലേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് അവിടുത്തെ അജണ്ട എന്ന് പറയുന്നത് മലപ്പുറം ജില്ല. ആ മലപ്പുറത്തെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മലപ്പുറത്തെ പ്രതീകമാക്കിക്കൊണ്ട് പലതരത്തിലുള്ള വിഭജന സാധ്യതകളെ, രാഷ്ട്രീയ നേട്ടങ്ങളെ പയറ്റിയ പല ആളുകൾ ഇതിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ടോ? നിലമ്പൂരിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അങ്ങനെ കേന്ദ്രീകരിക്കപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് തോന്നുന്നത്? തീർച്ചയായും മലപ്പുറമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട എന്ന് ഏറെക്കുറെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ തുടക്കത്തിൽ ഇവിടെ കാണിച്ചതുപോലെ വി.ഡി. സതീശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് മലപ്പുറത്ത് നടന്നാലും കേരളത്തിൽ എവിടെ നടന്നാലും ഉണ്ടാകുമായിരുന്ന ഒരു പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ തന്നെ 2-3 ഉപതെരഞ്ഞെടുപ്പുകൾ ഇവിടെ നടന്നു കഴിഞ്ഞു. അന്നൊന്നും ഈ മലപ്പുറമോ അല്ലെങ്കിൽ അത് സമാനമായ BJP വിരുദ്ധത, അതാണല്ലോ അതിൻ്റെ ഒരു ഉള്ളടക്കം, അതിൻ്റെ ഒരു സ്വഭാവം നിർണ്ണയിക്കുന്നത്. ആ തരത്തിലുള്ള ഒന്നും ആയിരുന്നില്ല ഇവിടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പ്രചരണങ്ങൾ. കേരളത്തിൻ്റെ വികസനം, കേരളത്തിൻ്റെ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട ഭരണപരാജയം, വീഴ്ചകൾ, അത് സംബന്ധമായ പ്രശ്നങ്ങളാണ് ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, തൃക്കാക്കരയായാലും പിന്നെ പുതുപ്പള്ളിയിലായാലും എല്ലായിടത്തും നമ്മൾ കണ്ടതാണ്. പാലക്കാട് എത്തുമ്പോഴാണ് ചെറിയ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നത്. അതിൻ്റെ കാരണം അവിടെ BJP ആണ് പ്രധാന കക്ഷി, എതിരാളി എന്നതുകൊണ്ട് മാത്രമാണ്. മലപ്പുറത്ത് നിലമ്പൂരിലേക്ക് വരുമ്പോൾ ഈ അജണ്ട നിശ്ചയിച്ചിട്ടുള്ളത് അൻവറാണ് എന്നതിനെക്കുറിച്ചുള്ള എന്ന് വ്യക്തമായി പറയാൻ കഴിയുന്ന തരത്തിലേക്കാണ് അതിൻ്റെ അജണ്ട മാറുന്നത്. മാത്രമല്ല, അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻവർ ആദ്യഘട്ടത്തിൽ അദ്ദേഹം കാണിച്ച ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു വരുന്നതിന് ശേഷം കാണിച്ച അബദ്ധങ്ങളുടെ ഒരു പരമ്പരയുണ്ട്, നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഒറ്റപ്പെട്ട ഒരു വ്യക്തി നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലുണ്ടാകുന്ന സ്വാഭാവികമായ പതർച്ചകൾ അല്ലെങ്കിൽ അതിലെ താളപ്പിഴകളൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അബദ്ധങ്ങളുടെ പരമ്പര ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന തീരുമാനം എടുത്തതോടുകൂടി അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ വിധി എന്ത് തന്നെയായിരുന്നാലും അതിൽ അൻവർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പം ഞാൻ പറയാം, ഒരു 5000-ഓ അതിൽ കൂടുതലോ വോട്ട് നേടി അൻവർ ഇവിടെ ജയിക്കുകയാണ്, അല്ലെങ്കിൽ വോട്ട് അദ്ദേഹം നേടുകയാണെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിൽ 5000-ഓ 10,000-ത്തിനടുത്തോ വോട്ട് അദ്ദേഹം നേടുകയാണെങ്കിൽ, ഇവിടെ UDF ജയിച്ചാലും തോറ്റാലും അതിൻ്റെ ഉത്തരവാദി അല്ലെങ്കിൽ അതിൽ പ്രധാന ഘടകം അൻവറായിരിക്കും. ഒരു വ്യക്തമായി പറഞ്ഞാൽ, അതിപ്പോൾ അൻവർ UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ തീർച്ചയായും അത് അൻവർ പിടിക്കുന്ന വോട്ടിനേക്കാൾ കുറവാണെങ്കിൽ അത് അൻവറാണ് അതിൻ്റെ ഫാക്ടർ. അൻവറിനെ കൂടെ നിർത്താത്തതിൻ്റെ പരിണത ഫലം എന്ന നിലയിലായിരിക്കും അത് വിലയിരുത്തപ്പെടുക. പ്രാഥമികമായി അത് വിലയിരുത്തപ്പെടുക ഏത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് പുറത്തു വരുന്ന നിമിഷം തന്നെ ഇത് അൻവറിനെ കൂടെ നിർത്താത്തതിൻ്റെ പരാജയമാണെന്ന് ഘടകകക്ഷികളടക്കം എല്ലാവരും അത് പറയും. അതേസമയം UDF വിജയിച്ചാൽ പോലും ആ വിജയിക്കുക അൻവർ പിടിക്കുന്ന വോട്ട് കൊണ്ടായിരിക്കും എന്ന് അൻവറിന് പറയാൻ കഴിയും. കാരണം അൻവറിൻ്റെ വോട്ട് എതിർ സ്ഥാനാർത്ഥിക്കാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായി വിജയം സാധ്യമല്ലാതായിരുന്നു എന്ന സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന വളരെ സ്വാഭാവികമായ ഒരു പാറ്റേൺ. അതായത് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ട് ഇവിടെ പരാജയം സുനിശ്ചിതമാക്കുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് 7000-ഓ 10,000-ഓ വോട്ട് പിടിച്ചാൽ പോലും ഈ തെരഞ്ഞെടുപ്പിലെ വിജയി രാഷ്ട്രീയമായി ഈ വിജയി അൻവർ ആയിരിക്കും എന്നത് അതിന് സുനിശ്ചിതമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരാജയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പരാജയം ആരെയാണ് ബാധിക്കുക എന്ന് നോക്കുമ്പോൾ അത് തീർച്ചയായും അത് വി.ഡി. സതീശനിലേക്കായിരിക്കും വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അൻവർ കാണിക്കുന്ന അപക്വത അല്ലെങ്കിൽ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒറ്റയ്ക്ക് നയിക്കുന്ന ഒരാളാണ്. അതേസമയം UDFിൻ്റെ ഭാഗത്തുനിന്ന്, പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപാകത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെ ഗ്രാവിറ്റി രണ്ടാണ്. കാരണം ഇതൊരു വലിയ പ്രസ്ഥാനമാണ്, ഒരു മുന്നണിയാണ്, ഒരു 30-40 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു മുന്നണിയാണ്. അത്രയും 70 മുതൽ 77 മുതലൊക്കെ നിലവിലുള്ള ഒരു മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, തലമുതിർന്ന നേതാക്കൾ, പരിണിതപ്രജ്ഞരായ അനുഭവ സമ്പത്തുള്ള നേതാക്കൾക്ക് പറ്റുന്ന വീഴ്ചയായി. അതിൻ്റെ ഉത്തരവാദി ആരായിരിക്കും? ഇപ്പോൾ ഇവിടെ അൻവർ വിജയിക്കുകയും അൻവറിൻ്റെ രാഷ്ട്രീയം വിജയിക്കുകയും UDF പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് തന്ത്രപരമായ പരാജയത്തിൻ്റെ ഉത്തരവാദി ആരായിരിക്കും? അതുണ്ടാക്കുന്ന പ്രതിസന്ധികളുടെ ഉത്തരവാദി ആരായിരിക്കും എന്ന ചോദ്യങ്ങളിലേക്കൊക്കെ പോകും. അതിൻ്റെ മുമ്പിൽ അത്തരം ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുടെ മുമ്പിൽ അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് മുമ്പിൽ വിജയിച്ച് നിൽക്കുക തീർച്ചയായും അൻവർ ആയിരിക്കും. അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിക്കാൻ പോകുന്നത്. ഇതിനകത്ത് നോക്കൂ, ഇപ്പോൾ അൻവർ എന്തുമാത്രം ഫാക്ടറാവും? 5000 വോട്ടിന്റെ ചോടെ അദ്ദേഹം ഒതുങ്ങിപ്പോകുമെന്ന് പൊതുവെ UDFകാർ വിചാരിക്കുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ അൻവറിന് കഴിയില്ല. അൻവർ ഫാക്ടറി അല്ല എന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ നോക്കൂ, ഇപ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വികസിത കേരളം എന്നതല്ല,
ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന പൊതുവായ സംഗതിയല്ല. അതിനപ്പുറത്തേക്ക് അൻവർ ഇറങ്ങിപ്പോരുമ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞുകൊണ്ടായിരുന്നോ കലഹിച്ചത്, ആ വിഷയത്തിലേക്ക് അവിടുത്തെ അജണ്ട കേന്ദ്രീകരിക്കപ്പെടുകയാണ്. മലപ്പുറം വിരുദ്ധത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഹിന്ദുവിൽ അഭിമുഖം കൊടുക്കുന്ന പശ്ചാത്തലം പോലും അൻവറിനെ ടാർണിഷ് ചെയ്യുക എന്ന ഉദ്ദേശമുണ്ടായിരുന്നല്ലോ. അൻവർ നടത്തുന്ന ആക്ഷേപങ്ങൾ പലതും കള്ളക്കടത്ത് സംഘങ്ങളുടെ പ്രത്യേക താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ വരുന്ന ഈ മലപ്പുറം എന്ന് പറയുന്ന ഈ അതിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന വെച്ചാൽ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തിലേക്ക് നിലമ്പൂരിലെ ചർച്ച കേന്ദ്രീകരിക്കുക എന്നാണ്. അതിൻ്റെ ബെനിഫിഷ്യറി ആവാൻ അൻവറിന് കഴിയുമോ, അതോ ഇപ്പോൾ വന്ന് ഗോളടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ഒറ്റയ്ക്കെടുത്ത് കളയുമോ? അല്ല, തീർച്ചയായും അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ച കാര്യം. അൻവർ ഉയർത്തിയ പ്രശ്നത്തിലേക്ക് അത് UDF ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ചർച്ചയിൽ ഞാനത് പറയുണ്ടായി. അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ അൻവർ മുന്നോട്ട് കൊണ്ടുപോവുകയും സമാന്തരമായി മറ്റു ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇവിടെ കേരളത്തിലാണെങ്കിൽ നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പ്രതിപക്ഷത്തിന് ഉയർത്താവുന്ന നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ആ പ്രശ്നങ്ങളുമായി UDF മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യം അല്ല, അതാണോ ഉണ്ടാവുക എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതല്ല, അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ ഇവിടെ UDF ഏറ്റെടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങളുമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സ്വാഭാവികമായി UDFൻ്റെ അജണ്ട അൻവർ നിശ്ചയിച്ചു കൊടുത്തതാണ്. അൻവർ പുറത്തു വന്നത് മുതൽ നിശ്ചയിച്ചു കൊടുത്ത അജണ്ടയിലാണ് UDF മുന്നോട്ട് പോകുക. അതിന് UDFൻ്റെതായ പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കുമായിരിക്കാം, എന്നാൽ പോലും അതിൻ്റെ മുഖ്യ അജണ്ടയായി അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. സ്വാഭാവികമായും ഈ ഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നത് അൻവറാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കേണ്ടി വരും.